നമുക്കൊരു 10 വർഷം പിന്നോട്ട് പോയാലോ. 2015 ടൈമിൽ ഇന്ത്യൻ മൊബൈൽ മാർക്കറ്റിൽ ഒരു മേജർ ഷെയർ ഉണ്ടായിരുന്ന ഇന്ത്യൻ കമ്പനി ആയിരുന്നു മൈക്രോമാക്സ്. എന്നാൽ ഇപ്പോൾ ആ ബ്രാൻഡിന്റെ മൊബൈലുകളും കാണുന്നില്ല, എന്തിന് ബ്രാൻഡ് പോലും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആരായിരുന്നു മൈക്രോമാക്സിന്റെ ഫൗണ്ടർ, എന്താണ് ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയാലോ. അതിനു മുമ്പ് ബിസിനസ് റിലേറ്റഡ് സ്റ്റോറീസിനായിട്ട് ഇൻഡസ്ട്രി ഫോളോ ചെയ്യാൻ മറക്കണ്ട. 2001 ടൈമിൽ തന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ കടം മേടിച്ചിട്ടാണ് രാഹുൽ ശർമ്മ തന്റെ ആദ്യത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. വെറും 7 വർഷം കൊണ്ട്, അതായത് 2008 ആയപ്പോഴേക്കും മൊബൈലുകൾ വിൽക്കാനും ആരംഭിച്ചു. 2015 ആയപ്പോഴേക്കും 11,000 കോടി രൂപ വെറുത്തുള്ള മൊബൈലുകളായിരുന്നു മൈക്രോമാക്സ് വിറ്റിരുന്നത്. കൂടാതെ സാംസങ്ങിന് ശേഷം ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ ബ്രാൻഡും ആയിരുന്നു മൈക്രോമാക്സ്. ആൻഡ് ആ ഒരു ടൈമിൽ മൈക്രോമാക്സിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 21,000 കോടി രൂപയായിരുന്നു. എന്നാൽ ചൈനീസ് മൊബൈൽ മാനുഫാക്ചറുടെ വരവോടുകൂടി കമ്പനിയുടെ ഡൗൺഫോൾ തുടങ്ങി. 2019 ആയപ്പോഴേക്കും കമ്പനിയുടെ വാല്യുവേഷൻ വെറും 1,500 കോടി രൂപയായിരുന്നു. പക്ഷേ രാഹുൽ ശർമ്മ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, 2017 അദ്ദേഹം പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരുന്നു, റിവോൾട്ട് എന്ന പേരിൽ. ഇതൊരു EV മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറിംഗ് കമ്പനിയായിരുന്നു. ഏകദേശം 250 കോടിയുടെ സെയിൽസും ഇവർ ചെയ്തിരുന്നു. ആൻഡ് 2023 ആയപ്പോഴേക്കും ഈ ഒരു കമ്പനിനെ മറ്റൊരു കമ്പനി അക്വയറും ചെയ്തു. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടാവും മൈക്രോമാക്സ് അടച്ചുപൂട്ടിയെന്ന്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. മൈക്രോമാക്സ് ഇപ്പോഴും 500 കോടി രൂപയുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അതിൽ നിന്ന് 200 കോടി രൂപയുടെ പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഗ്രേറ്റർ നോർഡിലുള്ള വിവോയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റും രാഹുൽ ശർമ്മ മേടിച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടറിന്റെ ബിസിനസ്സിലും രാഹുൽ ശർമ്മ ഉണ്ട്. തീർന്നിട്ടില്ല, ഇവർ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ രാഹുൽ ശർമ്മ എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ വാല്യൂ മാത്രം 1,300 കോടി രൂപയാണ്. ആലോചിച്ച് നോക്കി, 24 വർഷം മുമ്പ് വെറും 3 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ ബിസിനസ് ഇന്ന് 200 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ഇദ്ദേഹം ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്ത നിങ്ങളുടെ ആദ്യത്തെ മൊബൈൽ ഏതാണെന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട.